ഹലോ, വെൽക്കം ടു ബി ഫോർ യു. നമ്മൾ ജൂലൈയിലെ പാർട്ട് 2, അതായത് PSC ബുള്ളറ്റിനിൽ വരുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പാർട്ട് 2ൻ്റെ കണ്ടിന്യൂവേഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമ്മൾ ഈ ഒരു ചാനലിൽ ഇതുവരെയും ജനുവരി തൊട്ടിട്ട് ജൂലൈ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ജനുവരി തൊട്ടിട്ട് ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് PSC ബുള്ളറ്റിനിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ചാനലിൽ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളും എടുത്തിട്ടുണ്ട് കേട്ടോ. അതും പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചാനൽ നോക്കിയാൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ. ആദ്യം വിശിഷ്ടാംഗത്വം ആർക്കാണ് ലഭിച്ചത്? KV രാമകൃഷ്ണൻ ഏഴാച്ചേരി രാമചന്ദ്രൻ. വിശിഷ്ടാംഗത്വം KV രാമകൃഷ്ണൻ ഏഴാച്ചേരി രാമചന്ദ്രൻ. ഇനി കവിതയ്ക്ക് ആർക്കാണ് ലഭിച്ചത്? അനിത തമ്പി. ഏതാണ്? മുരിങ്ങ, വാഴ, കറിവേപ്പ് കേട്ടോ. കവിതയ്ക്ക് ആർക്കാണ് ലഭിച്ചത്? അനിത തമ്പി. ഏതാണ് കവിത? മുരിങ്ങ, വാഴ, കറിവേപ്പ്. ഇനി നോവൽ GR ഇന്ദുഗോപൻ. എന്താണ് നോവൽ? ആനോ. ഇനി അടുത്തത് ചെറുകഥ V ഷിനിലാൽ. ഏതാണ് ചെറുകഥ? ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. ഇനി നാടകം ശശിധരൻ നടുവിൽ. ഏതാണ് നാടകം? പിത്തള ശലഭം. ഇനി അടുത്തത് സാഹിത്യ വിമർശനം. ആർക്കാ ലഭിച്ചത്? G ദിലീപൻ. ഇതിനാണ് ലഭിച്ചത് രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ. ഇനി അടുത്തത് വൈജ്ഞാനിക സാഹിത്യം. ആർക്കാ ലഭിച്ചത്? P ദീപക്. എന്തിനാണ് ലഭിച്ചത്? നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. ഇനി അടുത്തത് ജീവചരിത്രം ഒരു ആത്മകഥ. ആർക്കാ ലഭിച്ചത്? ഡോക്ടർ K രാജശേഖരൻ നായർ. എന്തിനാണ്? ഞാൻ എന്ന ഭാവം. ഇനി അടുത്തത് യാത്രാവിവരണം. ആർക്കാ ലഭിച്ചത്? KR അജയൻ. ആരോഹണം ഹിമാലയം. ഇനി അടുത്തത് വിവർത്തനം. ആർക്കാ ലഭിച്ചത്? ചിഞ്ചു പ്രകാശ്. എന്തിനാ ലഭിച്ചത്? ജിയോ കോണ്ട ബെല്ലി. ഇനി ജിയോ കോണ്ട ബെല്ലി എൻ്റെ രാജ്യം എൻ്റെ ശരീരം. ഇനി അടുത്തത് ബാലസാഹിത്യം EN ഷീജ. ഇതിനാ ലഭിച്ചത്? അമ്മ മണമുള്ള കനിവുകൾ. ഇനി അടുത്തത് ഹാസ്യസാഹിത്യം. ആർക്കാ ലഭിച്ചത്? നിരഞ്ജൻ. കേരളത്തിൻ്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം. ഇനി അടുത്തത് CB കുമാർ അവാർഡ്. ആർക്കാ ലഭിച്ചത്? M സ്വരാജ്. പൂക്കളുടെ പുസ്തകം. ഇനി അടുത്തത് കുറ്റിപ്പുഴ അവാർഡ്. ആർക്കാ ലഭിച്ചത്? ഡോക്ടർ SS ശ്രീകുമാർ. മലയാള സാഹിത്യ വിമർശനത്തിലെ മാർക്സിയൻ സ്വാധീനം. അടുത്തത് GN പിള്ള അവാർഡ്. 2 പേർക്കാണ് ലഭിച്ചത്. ഡോക്ടർ KC സൗമ്യ, ഡോക്ടർ TS ശ്യാംകുമാർ. ഇനി അടുത്തത് ഗീത ഹിരണ്യൻ അവാർഡ്. ആർക്കാ ലഭിച്ചത്? സലീം ഷരീഫ്. പൂക്കാരൻ. ഇനി അടുത്തത് യുവ കവിതാ അവാർഡ്. ആർക്കാ ലഭിച്ചത്? ദുർഗാ പ്രസാദ്. രാത്രിയിൽ അച്ചാങ്കര. ഇനി അടുത്തത് തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം. ആർക്കാ ലഭിച്ചത്? ഡോക്ടർ KP പ്രസീത. എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ. ഇനി അടുത്തത് യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ CX-300. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് ബീറ്റ ടെക്നോളജീസിൻ്റെ അലിയ CX-300.
ഇനി റവാഡ എ ചന്ദ്രശേഖറാണ് സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി, DGP. റവാഡ എ ചന്ദ്രശേഖറാണ് സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി. ഇനി പരാഗ് ജെയിൻ ആണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി. പരാഗ് ജെയിൻ ആണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി. ഇനി 2025 17-ാം ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു. 2025 17-ാം ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു. ഇനി നെതർലാൻഡ്സിലെ ഹേഗാണ് 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. നെതർലാൻഡ്സിലെ ഹേഗാണ് 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. ഇനി 2026 AI ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും. 2026 AI ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും. ഇനി അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടന്നു. ഇനി അടുത്തത്, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദിലീപ് ദോഷി അന്തരിച്ചു. ഇനി കങ്കണ റണൌട്ട് ആണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ. വിരാജ് എന്ന ആനയാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. കങ്കണ റണൌട്ട് ആണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ. വിരാജ് എന്ന ആനയാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. ഇനി അടുത്തത്, ഉസ്ബെക് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ഉസ്ബെക് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ഇനി ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും സെഞ്ച്വറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടം സ്വന്തമാക്കി സ്മൃതി മന്ധാന. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും സെഞ്ച്വറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടം സ്വന്തമാക്കി സ്മൃതി മന്ധാന. ഇനി പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലോക 1-ാം നമ്പർ സ്ഥാനം. പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് ലോക 1-ാം നമ്പർ സ്ഥാനം. ഇനി ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ കിരീടം. ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് US ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ കിരീടം. ഇനി ചൈനയിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യത്തെ ഫുട്ബോൾ മത്സരം നടന്നത്. ചൈനയിലാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തെ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നത്. ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ച്വറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൽ ഡബിൾ സെഞ്ച്വറി നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് ശുഭ്മാൻ ഗിൽ. ഇനി ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ഡി ഗുകേഷിന് കിരീടം. ഇനി അണ്ടർ 29 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന്. ഇനി അണ്ടർ 19 യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ച്വറി നേടുന്ന താരമായി ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി. യൂത്ത് ഏകദിനത്തിൽ സെഞ്ച്വറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിക്കാണ്. അണ്ടർ 19 യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ച്വറി നേടുന്ന താരമായി ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശി. യൂത്ത് ഏകദിനത്തിൽ സെഞ്ച്വറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവ് സൂര്യവംശിക്കാണ്. ഇനി ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത, അതായത് 430
റൺസ് എടുത്ത ആദ്യ താരമാണ് ശുഭ്മാൻ ഗിൽ. ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത ആദ്യ താരമാണ് ശുഭ്മാൻ ഗിൽ.